ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വരയും സൊറയും. അപ്പോൾ നമ്മൾ റാണീനെയും പിന്നെ അതിനുശേഷം പൂപ്പീനെയൊക്കെ വരച്ച് ഇനിയിപ്പോൾ അടുത്ത് എന്ത് വരയ്ക്കും എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ച് ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്തായാലും നീ വരയ്ക്കല്ലേ, കുറേ ദിവസം എടുത്ത് വരയ്ക്കുന്നുണ്ടല്ലോ, കുറച്ച് വലുതായിട്ട് എന്തെങ്കിലും വരച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു, വലുതായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തായാലും ഇപ്പോൾ വരയ്ക്കുന്ന മൃഗങ്ങളെയാണ്. അപ്പോൾ എന്നാൽ പിന്നെ നമുക്കൊരു ആനേനെ വരയ്ക്കാം എന്നും പറഞ്ഞ് ഞാൻ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വരയ്ക്കാൻ തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഭാര്യ എന്നെ നോക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, എടാ മണ്ട, വലുതായിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വലിയ മൃഗത്തിനെ വരയ്ക്കാനല്ല, വലിയ ക്യാൻവാസ് എടുത്ത് വരയ്ക്കാനായിരുന്നു. പിന്നെ എന്തായാലും എൻ്റെ ഭാര്യ ഒരു അനിമൽ ലവർ ആയതുകൊണ്ട് ഏത് മൃഗത്തിന് വരച്ചാലും അങ്ങനെ കുറ്റമൊന്നും പറഞ്ഞില്ല. അപ്പം പിന്നെ അവൾ വേറൊരു ചോദ്യം ചോദിച്ചു, അല്ല ഇതിപ്പം ആദ്യം വരച്ചത് നിൻ്റെ പെറ്റ്, രണ്ടാമത് വരച്ചത് എൻ്റെ വീട്ടിലെ പെറ്റ്, ഇതിപ്പോൾ ആരുടെ പെറ്റാ? അപ്പം ഞാൻ പറഞ്ഞു, അല്ല ഇതിപ്പോൾ ആനയൊക്കെ അല്ലേ, ആനയൊക്കെ ഇപ്പോൾ പെറ്റായിട്ട് വളർത്തുന്നത് നമ്മുടെ സ്വന്തം ജയറാമേട്ടൻ്റെ പെറ്റായിരിക്കും എന്ന് പറഞ്ഞു. അത് തന്നെ. പിന്നെ ഇതിപ്പോൾ ഒരു ലേസി ഡേ ആണ് ഇന്നും ഇന്നലെയും. അപ്പം അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് അങ്ങനെ സമയമെടുത്ത് വരയ്ക്കാനൊരു മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അങ്ങനെ ചെറിയ ചെറിയ ലൈക്ക് ഒരു ലേസി ആയിട്ടാണ് വരച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് ഒരു ബേസ് കളറും പിന്നെ ലൈക്ക് നല്ല ഡാർക്കർ ആയിട്ടുള്ള റീജിയൻ വരുന്ന സംഭവ സ്ഥലത്തൊക്കെ ഒരു മാർക്കിങ്സ് ഇട്ട് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതും അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ബേസും. സോ ആക്ച്വലി ഇതിൻ്റെ റെഫറൻസ് ഇമേജ് ഗൂഗിളിൽ നിന്ന് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഒരു ഡസ്റ്റി എൻവയോൺമെൻറ്റിൽ ഒരു ആന ഇങ്ങനെ പെട്ടെന്ന് കയറി വരുന്നൊരു ഫോട്ടോ ആണ്. ലെറ്റ്സ് സീ നമുക്ക് എത്രത്തോളം ഇതിന് ജസ്റ്റിസ് കൊടുക്കാൻ പറ്റുന്നു. സോ ഇൻ കമ്മിങ് ഡേയ്സ് നമുക്കത് ഈ ഫോട്ടോ മേ ബി ഇൻഷാ അള്ളാ പൂർണ്ണതയിലെത്തുന്നത് കാണാൻ പറ്റും. ഓക്കെ ദെൻ ബൈ.